എഗെയിൻ ഞാൻ പിന്നെയും വന്നു. ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാട്ടോ ഈ വെട്ടാൻ വന്നത്. സാധാരണ ഞാൻ എപ്പോഴും ഗെറ്റ് റെഡി വിത്ത് മീയും വ്ളോഗും ഒക്കെ ആയിരിക്കും കൂടുതൽ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. എന്തിൻ്റെ അൺബോക്സിങ് വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഡിയോഡ് ആപ്പിൽ നിന്ന് ഞാൻ എഗെയിൻ പർച്ചേസ് ചെയ്തു. പർച്ചേസ് ചെയ്തതിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വീഡിയോ സെക്കൻഡ് വീഡിയോ എങ്ങാണ്ടായിരുന്നു. താഴെ കാണും എൻ്റെ ആ ഒരു ഫസ്റ്റ് പർച്ചേസിങ് എക്സ്പീരിയൻസ്. മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ഒരു ചെറിയ ലാഭമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ എഗെയിൻ പർച്ചേസ് ചെയ്തു. കുറേ സാധനങ്ങൾ മീഷോയിൽ നോക്കുമ്പം ചെറിയ ചെറിയ സാധനത്തിന് 100 above ഒക്കെ കാണിക്കും. കുഞ്ഞ സാധനം അത് ജസ്റ്റ് ഡിയോഡ് ആപ്പിൽ വെറും 1 rupeesനോ അല്ലെങ്കിൽ 5 rupeesനോ ഒക്കെ കൊടുക്കുന്ന സാധനമായിരിക്കും. അതൊക്കെ നമ്മൾ എങ്ങനെ മീഷോയിൽ നിന്ന് വാങ്ങിക്കാതെ നമുക്ക് കുറച്ചും കൂടി ലാഭകരമായിട്ട് വാങ്ങിക്കാം എന്നാണ് നോക്കിയപ്പം ഞാൻ ഒന്നും കൂടെ ഞാൻ ഡിയോഡ് ആപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് ഉള്ള എക്സ്പീരിയൻസ് ഞാൻ പറയാം എന്ന് വിചാരിച്ചു. അപ്പം ഈ വട്ടം ഞാൻ ഓർഡർ ചെയ്ത സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. സോ ബോക്സ് ഞാൻ കാണിച്ചു തരാം. ഈ വട്ടം ഞാനൊരു കുറച്ച് സാധനങ്ങളെ വാങ്ങിച്ചുള്ളൂ. കഴിഞ്ഞ ഞാൻ ഒത്തിരി സാധനങ്ങൾ വാങ്ങിച്ചു. വീട്ടിലേക്കും കുറേ സാധനങ്ങൾ അന്ന് വാങ്ങിച്ചായിരുന്നു. അതുകൊണ്ടായിരുന്നു അന്ന് വലിയ ബോക്സ്. ഇത് കുറച്ച് എനിക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ. സോ നമുക്കിത് അൺബോക്സ് ചെയ്യാം. എൻ്റെ അൺബോക്സ് ചെയ്യാനുള്ള ടൂളാണിത്. എൻ്റെ ക്യൂട്ട് കത്തി. സോ നമുക്കിത് പൊട്ടിക്കാം. ഗായ്സ് നമ്മൾ അങ്ങനെ അൺബോക്സ് ചെയ്തിരിക്കുന്നു. കേട്ടോ, എനിക്ക് ഈ സൈഡിൽ കൂടെ നമ്മൾ പൊട്ടിച്ചത്, വേറെ സൈഡൊന്നുമില്ല പൊട്ടിക്കാൻ. സോ ഞാൻ ഇതിലുള്ള നിറച്ച സാധനങ്ങളാണ്. ഇതിനകത്തുള്ള ഓരോ സാധനങ്ങളും ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് മേടിച്ചത്. ചിലപ്പോൾ നിങ്ങൾക്ക് ചിരി വരാം, ഞാൻ ഇതൊക്കെ എന്തിനാണ് മേടിച്ചത് എന്ന് വരെ തോന്നും. എന്നാൽ പോലും ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് ഞാൻ ഇതിനകത്ത് മേടിച്ചേക്കുന്നതെന്ന്. ഓക്കെ, സോ അപ്പം നമുക്ക് ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു. സോ ഫസ്റ്റ് വൺ വരുന്നത് ഈ ഒരു സ്കാൽപ്പ് മസാജറാണത്. കവർ നമുക്ക് വേണ്ട, ഇനിയിപ്പോൾ അൺബോക്സ് ചെയ്തല്ലോ. സോ ഇതെന്ന് വെച്ചാൽ എനിക്ക് കണ്ടപ്പോൾ പിങ്ക് ആയിട്ടും തോന്നി. ഇതിൻ്റെ റേറ്റൊക്കെ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. എനിക്കിതിൻ്റെ റേറ്റ് ഇപ്പം കറക്റ്റ് അറിയില്ല. ഇത് നല്ല രസമായിരിക്കും. ഹെയറിൽ എണ്ണ വരട്ടിയിട്ട് തല ഇങ്ങനെ മസാജ് ചെയ്യും. ഷാമ്പു ചെയ്തിട്ട് അതിൽ മസാജ് ചെയ്യാൻ നല്ല രസമായിരിക്കും. നമ്മൾ കയ്യിൽ കണ്ടോ ഇങ്ങനെ കയറ്റി ചെയ്യണം, കുറച്ചുകൂടെ കംഫർട്ടാണ്. കണ്ടോ നമുക്കിങ്ങനെ കൈ ഇങ്ങനെ കാക്കും. നമ്മൾ കൈ തന്നെ ഇങ്ങനെ ഇരിക്കുന്നതാണ്. മറ്റേതെന്ന് വെച്ചാൽ ഇങ്ങനെ പിടിച്ചോണ്ട് ഇങ്ങനെ ആക്കണം. അപ്പോൾ കൈ നിന്നൊക്കെ തെന്നിപ്പോവും. ഇതാകുമ്പോൾ കയ്യിൽ ഫിക്സ് ആയിട്ടിരിക്കും. സോ ഇതിന് 10-30 എങ്ങാണ്ടേ ഉള്ളൂ. അത് എനിക്ക് വെർത്താന്ന് തോന്നി കേട്ടോ. മീഷോയിൽ വല്ലതും 50-60-100 രൂപ എങ്ങാണ്ട് സംതിങ് ആവുമെന്ന് തോന്നുന്നു. മീഷോയിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനത്തിന് 100 രൂപയാവും. സോ അങ്ങനെ നോക്കിയപ്പം എനിക്കിത് ലാഭമാണെന്ന് തോന്നി. അങ്ങനെ മേടിച്ചതാണ് ഈ ഒരു പ്രൊഡക്റ്റ്. ഇനി നെക്സ്റ്റ് കാണാം. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഈ സാധനങ്ങളൊക്കെ മേടിച്ചത് എൻ്റെ ഈ ഹെയർ കട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിരുന്നു കേട്ടോ. മീൻസ് ഞാൻ ഓർഡർ ചെയ്തത്. ഇപ്പം ഇത് വന്നിട്ട് തന്നെ ഒരു 2 ആഴ്ചയായി. എനിക്ക് പിന്നെ ഞാനൊരു വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് പനിയായിരുന്നു, കുറച്ച് ദിവസം വയ്യാതെ കിടക്കുമായിരുന്നു. അപ്പം അത് കാരണം ഞാൻ ഇതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ടായിരുന്നു വന്നത്. ഞാൻ ഹെയർ കട്ട് ചെയ്യുന്നതിന് മുന്നായിരുന്നു, ഹെയർ കട്ട് ചെയ്യാൻ പോകുന്നതിന് 2-3 ദിവസം മുന്നേ ആയിരുന്നു ഓർഡർ ചെയ്തത്. അപ്പം ആ ഒരു മൈൻഡിൽ ഞാൻ മേടിച്ചതായിരുന്നു ഈ ഒരു വലിയ ക്ലിപ്പ്. സത്യം പറഞ്ഞാൽ ഇപ്പം എനിക്ക് വലിയ ക്ലിപ്പിൻ്റെ ആവശ്യമില്ല ഗൈസ്. എൻ്റെ കയ്യിൽ ഒരുപാട് ക്ലിപ്പുണ്ട്, ഇഷ്ടംപോലെ. എനിക്ക് ഈ ക്ലിപ്പിൻ്റെ ക്രൈസ് അടയ്ക്ക് ഭയങ്കര. മറ്റേ പൂവിൻ്റെ ക്ലിപ്പൊക്കെ ഇല്ലായിരുന്നു, മറ്റേ ഒരു കളറിലെ പൂവിൻ്റെ ക്ലിപ്പ്. അതൊക്കെ ഞാൻ എവിടെ കണ്ടാലും മേടിക്കുമായിരുന്നു പണ്ട്. ഞാൻ ഇതിൻ്റെ ട്രെൻഡ് വരുന്നതിന് മുന്നേ ഞാൻ മീഷോയിൽ നിന്ന് 400 രൂപയ്ക്ക് വെറും 4 ക്ലിപ്പിന് വാങ്ങിച്ചു. പക്ഷേ അത് ട്രെൻഡ് വന്നപ്പോൾ വെറും 30 രൂപയ്ക്ക് എല്ലാ കടയിലും വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായതുകൊണ്ട് ഞാൻ എല്ലാ കടയിലും എവിടെ കണ്ടാലും സാധനം അങ്ങ് വാങ്ങിക്കും. അങ്ങനെ എൻ്റെ കയ്യിൽ കുറേ ക്ലിപ്പ് ഉണ്ടായിരുന്നു, കുറേയൊക്കെ പൊട്ടിപ്പോയി. എൻ്റെ ലോങ് ഹെയറിന് നല്ലൊരു ക്ലിപ്പായിരുന്നു അത്. ബട്ട് ആ ഒരു മൈൻഡിൽ വാങ്ങിച്ചതായിരുന്നു ഈ ക്ലിപ്പ്. ബട്ട് ഇതിൻ്റെ ഇപ്പോഴത്തെ ഹെയറിന് സ്യൂട്ട് ആവുമെന്ന് എനിക്കറിയില്ല. കുറച്ച് വലിയ ക്ലിപ്പ്. അത് ചിലപ്പം ഓക്കെ ആയിരിക്കാം, ഇത്രയും സ്പേസേ ഉള്ളല്ലോ. ഇരിക്കുമെന്ന് തോന്നുന്നു. മുടിയെല്ലാം കൂടെ ക്ലിപ്പ് ചെയ്ത് വെക്കാൻ പറ്റും ഈ ഒരു ക്ലിപ്പ്. എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ക്ലിപ്പില്ലേ, ഭയങ്കര കുറച്ചു 10-15 അങ്ങാണ്ട് ഉള്ളൂ ഇതിന്. അതുകൊണ്ടാട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടത്. അത്രയും രൂപയ്ക്ക് ഇതൊക്കെ ലാഭം കേട്ടോ. ഇനി നെക്സ്റ്റ് ക്യൂട്ടായിട്ടുള്ള സാധനം കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതെന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഈ സാധനം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കീ ചെയിൻസ് ഒക്കെ ഇല്ലേ, കീ ചെയിനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതിൻ്റെ ഒരു കീ ചെയിനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അറിയാൻ, ഇപ്പം അലമാരിയുടെയൊക്കെ ആ കീയിൽ ചെയിൻ ആക്കി ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് ഓർക്കാൻ വേണ്ടി അവിടെ ഇരുന്ന് കഴിഞ്ഞത് അലമാരിയുടെയാണ്. ഇങ്ങനെ ഒരു സാധനങ്ങൾ കുറേ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ ഒരു 10-12 അങ്ങാണ്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഈ അലമാരയുടെ താക്കോലൊക്കെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടിട്ടു. എന്തിൻ്റെ താക്കോലാണെന്ന് ഓർക്കുന്ന ഒരു
സ്വഭാവം എനിക്കുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ വാങ്ങിക്കാൻ പറ്റും. ഇതാകുമ്പം 5, 10, 12 രൂപയെങ്ങാണ്ടേ ഉള്ളൂ. ഇതിൽ കുറേ ഉണ്ട്, ഒരു 10, 12 ഉണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കല്ലാതെ വേറെ എന്തിനേലും കീടതിനകത്ത് ക്ലിപ്പ് ചെയ്തിടാം. ഇങ്ങനെ ജസ്റ്റ് ഒരു കണ്ടോ, എനിക്ക് ഈ ഒരു ഷേപ്പിലെ ഒരു ഡിസൈനിലാണ് ഇഷ്ടപ്പെട്ടത്. കുറേ ഡിസൈൻസ് ഉണ്ടായിരുന്നു, ഇഷ്ടംപോലെ ഡിസൈൻസ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്കെന്തോ കുറച്ചുകൂടെ ക്യൂട്ടായിട്ട് തോന്നിയതാണ്. വേറെ നല്ല ക്യൂട്ടായിട്ടുള്ള ഉണ്ടായിരുന്നു കേട്ടോ. എന്താ ഇത് മതി എന്ന് തോന്നിയോണ്ട് ഞാൻ വാങ്ങിച്ചതാണ്. പിങ്ക് ഉണ്ടായിരുന്നു. അന്നത്തെ ഒരു മൈൻഡിലങ്ങ് വാങ്ങിച്ചതാണ്. ഇനി നെക്സ്റ്റ് കാണിക്കാൻ പോകുന്ന സാധനം കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ഞാൻ എന്തിനും ഇത് മേടിച്ചേ എന്ന് ചിന്തിക്കുമായിരിക്കും. ബട്ട് എനിക്ക് ഇതിൻ്റെ യൂസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് മറ്റേ ടോയ്ലറ്റ് പേപ്പറാട്ടോ. ഇതെന്തിനാണ് ഞാൻ മേടിച്ചതെന്ന് വെച്ചാൽ എനിക്ക് ഈ ടിഷ്യൂവിൻ്റെ ആവശ്യം വരും. ഇതിന് 5, 10 എങ്ങാണ്ടേ ഉള്ളൂ. 10, 15 രൂപയുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനൊരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് MRP കിടക്കുന്നത് 42 രൂപയാണ്. 10, 15 രൂപയ്ക്ക് അത്രയും കണ്ടുള്ളതെന്ന് തോന്നുന്നു കേട്ടോ, എനിക്കറിയത്തില്ല. അത്രയൊക്കെ ഉള്ളെന്ന് തോന്നുന്നു. ആ ഒരു പ്രൈസ് കണ്ടിട്ടാണ് ഞാൻ മേടിച്ചത്. ആ പ്രൈസിന് എനിക്ക് തോന്നി കുറച്ചും കൂടെ വെർത്താണ്. ഞാൻ വിചാരിച്ചു എനിക്കിപ്പം റൂമൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ടിഷ്യൂവിൻ്റെ ആവശ്യം വരും, എന്തിനേലൊക്കെ ആവശ്യം വരും, എവിടെയെങ്കിലുമൊക്കെ വെള്ളം വീഴുമ്പോൾ ടിഷ്യൂവിൻ്റെ ആവശ്യം വരും. അങ്ങനെ ഇപ്പോൾ ആവശ്യം വരുമ്പം യൂസ് ചെയ്യാമല്ലോ. അപ്പം നല്ല ടിഷ്യൂ വാങ്ങിച്ചു വെച്ചിട്ട് ലിപ്സ്റ്റിക്ക് തൂക്കാനും ഫേസിൽ എന്തെങ്കിലുമൊക്കെ കൊണ്ട് തൂക്കാൻ വേണ്ടിയിട്ട് നല്ല ടിഷ്യൂസ് വാങ്ങിച്ചു വെക്കും. അത് നമുക്ക് എല്ലാ റൂംസ് ക്ലീൻ ചെയ്യാനോ അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് അതെടുക്കുമ്പോൾ നഷ്ടമല്ലേ. അപ്പം ഞാൻ വിചാരിച്ചൊരു ചെറിയൊരു ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് ജസ്റ്റ് തൂക്കാം എന്ന് വിചാരിച്ച് ഞാൻ ഇത് മേടിച്ചത്. സോ നെക്സ്റ്റ് വൺ എന്താണെന്ന് വെച്ചാൽ ഇതെന്താ സ്പോഞ്ച് ആണ്. ഇത് കുളിക്കാൻ വേണ്ടിയിട്ടുള്ള സ്പോഞ്ച്. ഞാൻ ഇനി ഇതൊക്കെ ഇട്ട് കുളിക്കട്ടെ. കണ്ടപ്പോൾ നല്ല ക്യൂട്ടായിട്ട് തോന്നി. കണ്ടോ, നല്ല രസമില്ലേ? നല്ല രസമുണ്ടല്ലേ? ഇതാകുമ്പം ഈ ഇളകി പോകത്തില്ല. ഇങ്ങനെ നമുക്ക് സൈഡിൽ ഇങ്ങനെ പിടിച്ചോണ്ട് ഇങ്ങനെ കുളിക്കാം. അതൊക്കെ വെച്ച് അരച്ച് കുളിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഒരു ടെസ്റ്റാണ്, ഇങ്ങനെയൊക്കെ നോക്കാം എങ്ങനെ ഉണ്ടായിരിക്കും, ഇങ്ങനെയൊക്കെ ഇതൊക്കെ വെച്ച് കുളിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്നറിയാൻ വേണ്ടിയിട്ട് ഓരോ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് മേടിക്കുന്ന കേട്ടോ ഇതൊക്കെ. അല്ലാതെ നമുക്ക് കടയിൽ വേറെ സ്ക്രബ് പോലത്തെ സാധനമൊന്നും കിട്ടാഞ്ഞിട്ടല്ല. കണ്ടപ്പോൾ കുറച്ചും കൂടെ വെറൈറ്റി ആണെന്ന് തോന്നി. കടയിൽ കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല, ബട്ട് വെറൈറ്റി ആണെന്ന് തോന്നിയോണ്ട് ഞാൻ മേടിച്ചതാണ്. ഈ ഒരു സാധനം ആണെന്ന് പോലല്ല, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. സോ എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഓർഡർ ചെയ്ത കറക്റ്റ് സാധനം തന്നെ കേട്ടോ തോന്നുന്നത്. എഗെയിൻ കുളിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ തന്നെ. ഇത് ഞാൻ കുറേ റീൽസിൽ കുറേ ആൾക്കാർ യൂസ് ചെയ്യുന്ന കണ്ട് എനിക്ക് അങ്ങനെ ഒരു ക്രൈസും ഉണ്ട്. ഈ പല്ല് ജലച്ചു, സത്യമാണ്. അത്രയ്ക്കും എല്ലാവരും എന്തിനാണ് ഈ ബോഡി വാഷ് ഇതിനകത്ത് വെച്ചിട്ട് കുളിക്കുന്നതെന്ന് എനിക്കറിയണം. ഇതിനകത്തിട്ട പതയൂ എന്ന് എനിക്കറിയണം. അതിന് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതാണ്. ബോഡി വാഷിൻ്റെ സ്പോഞ്ചില്ലേ, ഞാൻ അതാണ് വാങ്ങിച്ചിട്ട് സാധാരണ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ഇത് വെച്ചിട്ട് ആൾക്കാർ കുളിക്കുമ്പം ഭയങ്കര നല്ലതാണെന്നൊക്കെ എല്ലാവരും പറയും. ഇതെങ്ങനെ വർക്കാവുന്നതെന്നും കൂടെ നോക്കണമല്ലോ. ഇങ്ങനെ ഇട്ടിരിക്കും, ഇങ്ങനെ പതിയും എന്നാണ് എനിക്കറിയാത്തത്. പതിയുമായിരിക്കും. മറ്റേ സംഭവം ഉണ്ടല്ലോ, മറ്റേ സ്പോഞ്ച് പോലത്തെ, സ്പോഞ്ച് അല്ലല്ലോ, ഒരു സംഭവം ഉണ്ടല്ലോ ബോഡി വാഷിട്ട് കുളിക്കുന്നത്. ഇതിങ്ങനെ കേട്ടോ തുറക്കുന്നത്. എന്നിട്ട് ഇതിനകത്തോട്ട് ഇത്രയും ബോഡി വാഷ് നമ്മൾ നിറയ്ക്കണം. വെള്ളം കൂടെ ഒഴിക്കണമായിരിക്കും. എനിക്കിതിൻ്റെ സംഭവം അറിയത്തില്ല, ഞാൻ ഈ സംഭവം ഇട്ട് യൂസ് ചെയ്തിട്ടില്ല. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ടാണ്. ഇതെന്തിനത് തൂക്കിയിടാനായിരിക്കും, എനിക്കറിയില്ല ഗൈസ്. ഞാനിത് വെച്ച് കുളിച്ചിട്ടില്ല. ഞാനിനി കുളിച്ചിട്ട് വേണേൽ പറഞ്ഞു തരാം ഇത് വെച്ച് എങ്ങനെ യൂസ് ചെയ്തതെന്ന്. ഇതിനകത്ത് ഒഴിച്ചിട്ട് പതയുമായിരിക്കും. എന്നിട്ട് നമ്മളിങ്ങനെ ഉരച്ച് കുളിക്കണം. അതിനായിരിക്കാം എനിക്ക് തോന്നുന്നു കേട്ടോ. എനിക്ക് മറ്റേത് തന്നെ ഇഷ്ടം. അതാകുമ്പോൾ കുറച്ച് പത ഉണ്ടായിരുന്നു. ഇത് ഉരയ്ക്കാം. ഓക്കെ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് ട്രൈ ചെയ്യാം. സോ നെക്സ്റ്റ് ഒരു മസാജർ. ഇതൊരു ഹെഡ് മസാജർ. നല്ല രസമുണ്ടോ? എണ്ണ വരട്ടിയിട്ടൊക്കെ മസാജ് ചെയ്യണം. ഞാൻ ഇത് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. 10, 15 രൂപയും കണ്ട് അത്രയും കണ്ടുള്ളതെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് നല്ല രസമുണ്ട്. കുറച്ച് ക്യൂട്ടായിട്ടുണ്ട്. കുറച്ചൊക്കെ ക്യൂട്ടായിട്ടുണ്ട്. ഞാൻ വാങ്ങിച്ചത് കുറേ കുളിക്കുന്നതും മസാജ് ചെയ്യുന്നതും ഒക്കെ കുറേ സാധനങ്ങളാണല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. എനിക്കിപ്പം കുറച്ച് ദിവസമായിട്ട് ഞാൻ ഡിയോഡാപ്പിൽ കയറിയ സമയത്ത് എനിക്കിങ്ങനെ കുളിക്കുന്ന സാധനങ്ങളോട് കുറച്ച് ക്രൈസ് തോന്നിയോണ്ടാട്ടോ ഇങ്ങനെ തല മസാജ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു. ഇനി ഞാൻ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ശരിക്കും ക്യൂട്ടായിട്ടുള്ളൊരു സാധനമാണ്. ശരിക്കും എന്ന് വെച്ചാൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ സാധനങ്ങളെല്ലാം മേടിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ്. ഇതെനിക്കൊരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു സാധനമാണ്. ഞാൻ കാണിച്ചു തരാം. ഈ ഒരു
അയ്യോ ഈ ഒരു ബോക്സ് ഞാൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വല്ല ചെറുതായിരിക്കുമോ അവർ തരുന്നതെന്ന്. ബട്ട് ഇത്രയും വലുതാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഈ സംഭവം എനിക്ക് വാങ്ങിക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ബോക്സ് എനിക്ക് ഇതുപോലൊരു ബ്ലൂ കളറുള്ള ബോക്സ് ഉണ്ടായിരുന്നു കുഞ്ഞിലെ. അതിനകത്ത് അത് മറ്റേ വഞ്ചിയായിരുന്നു. അതിങ്ങനെ പൂട്ടാനും ലോക്കൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു വഞ്ചിയായിരുന്നു. എനിക്കും ഉണ്ടായിരുന്നു, എൻ്റെ സിസ്റ്ററിനും ഉണ്ടായിരുന്നു. രണ്ട് ഒരു ഹാർട്ട് ഷേപ്പിലേക്ക് ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സാധനമായിരുന്നു. ഞാൻ അത് പൈസയൊക്കെ ഇട്ട് വെക്കായിരുന്നു. അതെന്നെ കുറേ നാള് കഴിഞ്ഞ് കുറച്ച് വലുതായപ്പം എവിടെ പോയെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ കയ്യിൽ നിന്നാണ് ഞങ്ങൾ രണ്ടുപേരും അത് മിസ്സായിപ്പോയി. അത് പോയി, കാണാതെ പോയി. എനിക്ക് അന്ന് തൊട്ട് അത് പോയതിൻ്റെ ഒരു വിഷമമുണ്ട്. എനിക്കത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സാധനമായിരുന്നു. സോ എനിക്ക് ഈ സാധനം ഞാൻ ഡിയോഡ് ആപ്പിൽ കണ്ടപ്പം എനിക്ക് ഒരു സാധനം പോലെ തന്നെ തോന്നി. ഇതുപോലൊരു ബോക്സ് ആയിരുന്നു, ഇതുപോലൊക്കെയുള്ളൊരു ബോക്സ് ആയിരുന്നു. ഒരു ലവിന്റെ ബോക്സ് ഉണ്ടായിരുന്നു, ഒരു വഞ്ചി ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കിത് കണ്ടപ്പോൾ എനിക്ക് അതാ ഓർമ്മ വന്നത്. എന്തെങ്കിലും ഇട്ട് വെക്കാം, കമ്മലിടാം, ഇങ്ങനെ കുറെ സാധനങ്ങൾ ഇട്ട് വെക്കാം. എന്തെങ്കിലും നല്ല ബോക്സ്, നല്ല രസമില്ലേ? നല്ല രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത്രയും ഉണ്ടോ, ഏറ്റവും ക്യൂട്ടായിട്ട് തോന്നിയ ഒരു സാധനം ഇത്. സോ ഈ ഒരു സാധനവും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഡിയോഡ് ആപ്പിൽ നിന്ന് ഇനിയും പർച്ചേസ് ചെയ്യും. സോ നെക്സ്റ്റ് വൺ എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സാധനം ഫോണിൻ്റെ ബാക്കിലെ കേസിൽ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് കണ്ണാടിയിലും ഉണ്ട് സ്റ്റിക്ക് ചെയ്ത് വെച്ചാൽ അതുപോലെ ഇരിക്കും. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ വേറെ ആരുടെയും സഹായം വേണ്ട, നമുക്കിത് മതി. അതിന് വേണ്ടിയിട്ട് മേടിച്ചത്. അപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കേസൊക്കെ ഇങ്ങനെ വളഞ്ഞൊക്കെ ഇരിക്കുന്ന കേസാണ്. ഇങ്ങനെ പരന്നൊരു കേസ് തന്നെ വേണം. ആ കേസില്ല, എല്ലാം നശിച്ചു പോയി. ഇനി ഒരു കേസ് വാങ്ങിക്കണം, എന്നിട്ട് ഇടിച്ചു വെക്കാം ഇത്. സോ നെക്സ്റ്റ് വൺ പിന്നെയും ഓരോ മസാജിങ് സാധനങ്ങളുമായിട്ടാണ് അടുത്തത്. ഇതെന്താണെന്ന് വെച്ചാൽ, ഫേസ് നമുക്ക് ഫേസിൽ ഫേസ് പാക്ക് എടുക്കുക, ഇങ്ങനെ എടുക്കുക, അപ്ലൈ ചെയ്യുക, ഇങ്ങനെ കൊടുക്കുക. അതിനാണ് ഈ സൈഡ് എന്താണെന്ന് വെച്ചാൽ, ഫേസ് പാക്ക് ആണെങ്കിലും ഫേസ് വാഷ് ആണെങ്കിലും ഫേസിൽ നമുക്ക് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ ഫേസ് നനച്ച് കൊടുക്കുക. ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. ഞാനെല്ലാം മീഷോയിൽ രണ്ടിൻ്റെയും പ്രൈസ് കമ്പയർ ചെയ്തിട്ടാട്ടോ ഓരോന്ന് വാങ്ങിച്ചത്. ഞാൻ കുറേ ആൾക്കാർ യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ഇങ്ങനെ. സോ ഞാൻ കൂടുതൽ ഫേസ് പാക്ക് ഇടുന്ന ഒരാളാണ്. അപ്പം എന്തായാലും ഞാൻ ഫേസ് പാക്ക് ഇടുമ്പോൾ ഞാൻ ഓരോ വീഡിയോസൊക്കെ എടുക്കാറുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ ഇട്ടിനി കാണിക്കാം എന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് മേടിച്ചതാണിത്. നമുക്ക് നെക്സ്റ്റ് ആണ് ഇത് മറ്റേ ഫോൺ സ്റ്റാൻഡ് ഉണ്ടല്ലോ, 3 രൂപയോ 2 രൂപയോ 1 രൂപയോ അങ്ങാണ്ട് ഉള്ളായിരുന്നു ഇതിന്. അതുകൊണ്ട് വാങ്ങിച്ചത് കേട്ടോ. ഇത് എന്തിനാണ് എനിക്ക് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫുഡ് കഴിക്കാൻ നേരത്തെ എനിക്ക് ഫോണിൽ കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കുന്നൊരു പരിപാടിയുണ്ട്. എവിടെയെങ്കിലും ഇതിങ്ങനെ വെച്ചിട്ട് ഫോൺ ഇങ്ങനെ ചാരി വെക്കാൻ ചില സമയത്ത് ഞാൻ എന്തെങ്കിലും അച്ചാറ് പാട്ട എന്തെങ്കിലുമൊക്കെ കുപ്പി പാട്ടൊക്കെ എടുത്ത് ഇങ്ങനെ ചാരി വെക്കാം, പതിവ് അങ്ങനെയാണ്. അപ്പം ഞാൻ ഒന്നൊന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് വെക്കാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഇത് മേടിച്ചത്. പിന്നെയും പല്ല് ചലിച്ചു. ഞാൻ ഒരെണ്ണം എൻ്റെ റൂമിൽ വെക്കാം. റൂമിൽ ഞാൻ ടേബിളുണ്ട്, എൻ്റെ ബാക്കിൽ ടേബിളുണ്ട്. ചിലപ്പോൾ ഞാൻ റൂമിൽ വന്നാൽ എൻ്റെ ടി വിയുടെ മുന്നിൽ ഇരുന്ന് ഞാൻ ഫുഡ് കഴിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ഫോണിൽ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരുന്ന് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ റൂമിൽ ഒരെണ്ണം വെച്ചേക്കാം. ഒരെണ്ണം താഴെ ഡൈനിങ് ടേബിളിൽ ഒരെണ്ണം കൊണ്ട് വെച്ചേക്കാം വിചാരിച്ചു. എനിക്ക് യൂസ് ചെയ്യാം, വീട്ടിലുള്ളവർക്കും യൂസ് ചെയ്യാം. അങ്ങനെ 2 എണ്ണം വാങ്ങിച്ചു. സോ നെക്സ്റ്റ് വൺ പിന്നെയും കുളിക്കാനും കൈക്കകത്ത് മസാജ് ചെയ്യാനുള്ള സാധനം, തലയിൽ മസാജ് ചെയ്യുന്നത് കേട്ടോ. ആദ്യം ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ കൈ കയറ്റി മസാജ് ചെയ്യുന്നത്, അതിൻ്റെ കൂട്ടത്ത് വേറൊരു സാധനം. ഇതെന്താണെന്ന് വെച്ചാൽ, ഇതും മറ്റേ റീൽസിലും ആൾക്കാരൊക്കെ യൂസ് ചെയ്തിട്ട് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഈ സാധനമാണ് ഞാൻ ആദ്യം കുറ്റം പറഞ്ഞത്. മറ്റേതെന്ന് വെച്ചാൽ ഇങ്ങനെ പിടിച്ചോണ്ട് ഇങ്ങനെ ആക്കണം, അപ്പോൾ കയ്യിൽ നിന്നൊക്കെ തെന്നിപ്പോവും. ഇതാകുമ്പോൾ കയ്യിൽ ഫിക്സ് ആയിട്ടിരിക്കും. മറ്റേ സാധനത്തിന് വെച്ച് കുറ്റം പറഞ്ഞില്ലേ, ഞാൻ ആദ്യം കാണിച്ച പിങ്ക് സാധനത്തിന് വെച്ച് പറഞ്ഞില്ലേ ഇങ്ങനെ കൈ കയറ്റിയിട്ട് ഇങ്ങനെ മസാജ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കുമെന്ന്. പക്ഷേ കേട്ടോ, ഇതിനേക്കാളും കംഫർട്ട് അതായിരുന്നു. ഇങ്ങനെ കൈ കയറ്റിയിട്ട് ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ കയ്യിൽ ഇങ്ങനെ ഇരിക്കും. മറ്റേതാവുമ്പം കയ്യിൽ ഇങ്ങനെ കയറ്റി വെച്ച് ഇങ്ങനെ ഇരിക്കും, കയ്യിൽ പോകത്തില്ല, പോകത്തില്ല. ഇത് കയ്യിൽ സോപ്പൊക്കെ ആകുമ്പോൾ തെന്നിയൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. സോപ്പോ എണ്ണയോ ഒക്കെ ആകുമ്പോൾ തെന്നി പോകും. ബട്ട് ഇത് ഓക്കെ, എനിക്ക് ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നൊരാഗ്രഹമുണ്ട്. അങ്ങനെ ഞാൻ ഈ ആഗ്രഹമുള്ള സാധനങ്ങളെല്ലാം കൂടെ അങ്ങ് മേടിച്ചു സത്യം പറഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് വൺ എന്ന് വെച്ചാൽ, നമുക്ക് ഫേസ് പാക്ക് ഇടുമ്പം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചൊരു പോലത്തെ സംഭവമാണ്. ഇതെന്താണെന്ന് വെച്ചാൽ, ഇത് ഇങ്ങനെ നല്ലതാണ്. എനിക്ക് ഫേസിൽ മറ്റേ കുഞ്ഞു മുടികൾ ഫ്രണ്ടിലോട്ട് ഫേസ് പാക്ക് ഇടുമ്പോഴൊക്കെ വന്ന് കിടക്കും. നല്ല രസമുണ്ടല്ലേ ഫേസ് പാക്ക് ഇടുമ്പോൾ നല്ലതാണ്. വീഡിയോസൊക്കെ എടുക്കുമ്പോഴും പിന്നെ അല്ലാതെ ഫേസ് പാക്ക് ഇടാൻ നേരത്തും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം മേടിച്ചത്. നെക്സ്റ്റ് വൺ എന്താണെന്ന് വെച്ചാൽ, ഇതെന്താണെന്ന് വെച്ചാൽ, നമുക്ക് കാലിൽ
ഇടുന്ന ഒരു സോക്സ് ആണ്, സിലിക്കോൺ സോക്സ്. എന്തിനാന്ന് വെച്ചാൽ കാലിൽ എന്തെങ്കിലും വല്ല മോയ്സ്ചറൈസറോ ഇല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ക്രീമോ അപ്ലൈ ചെയ്തിട്ട് വേണമെങ്കിൽ നൈറ്റ് ഇടാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പകലാണെങ്കിലും കാലിലിട്ട് വെച്ചിട്ട് വെക്കുന്ന കാല് കുറച്ചും കൂടെ സോഫ്റ്റ് ആവും കേട്ടോ. ഈ സാധനം ഞാൻ മീഷോയിൽ നോക്കിയപ്പോഴും കുറച്ച് റേറ്റ് കൂടുതലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഡിയോഡാപ്പ് ചെയ്തു. അങ്ങനെ വാങ്ങിച്ചതാണ്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ക്യൂട്ട് സാധനമാണ്, ഒരു മുയലിന്റെ കൂട്ടുള്ള ഒരു ക്യൂട്ട് സാധനം. എന്ത് സംഭവം എന്ന് വെച്ചാൽ ഇതുപോലൊരു സാധനം ഓൾറെഡി വാങ്ങിച്ചായിരുന്നു. എന്താന്ന് വെച്ചാൽ ഈ സാധനം നമുക്ക് ബാത്റൂമിൽ ഫ്ലഷ് ഇല്ലേ, ഫ്ലഷ് നമ്മളിങ്ങനെ ഞെക്കുന്ന ഫ്ലഷില്ല, ആ ഫ്ലഷിന്റെ മണ്ടയ്ക്ക് ഇത് ഇങ്ങനെ ജസ്റ്റ് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്യൂട്ടായിരിക്കും. ഇതിൽ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി. ബാത്റൂമിൽ ടോയ്ലറ്റ് ഒന്ന് ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് മേടിച്ചൊരു സാധനമാണിത്. കാണിച്ചു തരാം. ഇത് ഞാൻ ഓൾറെഡി മേടിച്ചോണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടോണ്ട് കേട്ടോ ഞാൻ ഈ ഒരു കഴിഞ്ഞ വട്ടം വാങ്ങിച്ചത്, ഹാർഡ് ഷേപ്പുള്ളത്. ഈ വട്ടം ഞാൻ ഈ മുയലിനെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ മേടിച്ചു. അത് ഇതുവരെയായിട്ട് ഞാൻ ഇളകിയിട്ടില്ല. അന്ന് ഞാൻ മേടിച്ചു, ഞാൻ എന്നാണ് ആ വീഡിയോ ഇട്ടേക്കുന്നത് എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അന്ന് തന്നെ ഒട്ടിച്ച സാധനമാണ്. ഇന്ന് വരെയും അത് ഇളകി പോയിട്ടില്ല. ഇള വീണിട്ട് ഒന്നും ഇളകി പോയിട്ടില്ല. ഞാൻ എന്തെങ്കിലും അത് ഇളകി പോകുമ്പോൾ ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. നെക്സ്റ്റ് ഞാൻ കാലൊന്ന് ഉരയ്ക്കാൻ വേണ്ടിയിട്ട് മേടിച്ച സാധനമാണിത്. ഞാൻ ഈ സാധനം ഒന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല, മീൻസ് ഞാനിത് യൂസ് ചെയ്തിട്ടേ ഇല്ല. ഈ സാധനം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കുറേ വീഡിയോസിലൊക്കെ കണ്ടോടി ഈ പെഡിക്യൂർ ചെയ്യുമ്പോൾ കാലിൻ്റെ സൈഡൊക്കെ ഇട്ട് ഇങ്ങനെ ഉരയ്ക്കുന്നത്. ഞാൻ വിചാരിച്ചു ഇതിന് 5-10 രൂപയെ കണ്ടുള്ളായിരുന്നു. അപ്പം ചുമ്മാ അതിൻ്റെ കൂട്ടത്തിൽ ഇത്രയും സാധനം വാങ്ങിക്കുന്നില്ലേ, എൻ്റെ കൂട്ടത്തിലങ്ങ് മേടിച്ചേക്കാം എന്നങ്ങ് വിചാരിച്ചു. ഈ ഒരു പ്രൊഡക്റ്റ്. നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു സാധനം. എനിക്ക് ഇപ്പം ഞാൻ ഫേസ് പാക്കിന് ഞാൻ പറഞ്ഞല്ലോ, ഫേസ് പാക്കിൻ്റെ വീഡിയോസൊക്കെ എടുക്കുമ്പം എനിക്ക് ആവശ്യമുള്ള ഒരു സാധനമായിരുന്നു. ഫേസ് പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുന്നൊരു ഇങ്ങനെ അപ്ലൈ ചെയ്യാനൊരു സാധനം എനിക്ക് വേണമായിരുന്നു. ഈ കൈ വെച്ചൊക്കെ അപ്ലൈ ചെയ്യുമ്പം കുറച്ച് പാടാണ്. ഇങ്ങനെ വീഡിയോ എടുക്കുന്നു, കയ്യിലാവുന്നു, കഴുകുന്നു, വീഡിയോ എടുക്കുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് പാടാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു സാധനം കൂടെ വാങ്ങിച്ചു. കൈ വെച്ച് അപ്ലൈ ചെയ്യുന്നതാണ് എനിക്ക് ഇഷ്ടം, ഏറ്റവും കൂടുതലും കൈ വെച്ച് അപ്ലൈ ചെയ്യുന്നതാണ് ഇഷ്ടം. എന്ന് വെച്ചാൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും, എല്ലായിടത്തും ആയി എന്നുള്ളൊരു എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഫേസിൽ എന്തെങ്കിലും അപ്ലൈ ചെയ്യുമ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ച സാധനമാണ്. സോ ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് എനിക്ക്. ഇനി അതും കൂടെ ഉള്ളു കേട്ടോ. ഇതെന്താന്ന് വെച്ചാൽ കണ്ടല്ലൊരു പേഴ്സ് പോലൊക്കെ തോന്നുമായിരിക്കും, ബട്ട് ഇത് പേഴ്സ് അല്ല. ഇതെന്താന്ന് വെച്ചാൽ ഇത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. 50-60 എങ്ങാണ്ടാന്ന് തോന്നുന്നു ഇതിന്, ബട്ട് ആ പൈസക്ക് എനിക്ക് വർത്തായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഇതെന്താന്ന് വെച്ചാൽ ഇതെന്താ മനസ്സിലായി കാണുമല്ലോ സാധനം. ഇത് നമുക്ക് നെയിൽ കട്ട് ചെയ്യാനുള്ള ടൂൾസൊക്കെയാണ്. എനിക്ക് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഇങ്ങനത്തെ കുറച്ച് ടൂൾസൊക്കെ വാങ്ങിച്ചിട്ട് നെയിലൊക്കെ കട്ട് ചെയ്യണം. കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് നെയിലൊക്കെ കുറച്ച് പെർഫെക്റ്റ് ആയിട്ട് കുറച്ച് പ്രൊഫഷണൽ ആയിട്ട് നമുക്ക് കട്ട് ചെയ്തൊക്കെ നോക്കാം എന്ന് ഞാനിവിടെ വിചാരിച്ചു. ഇതൊക്കെ വെച്ച് എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല, നമുക്ക് നോക്കാം എന്തായാലും. ഇതൊക്കെ ഓരോ പരീക്ഷണങ്ങളാണ്. ലാസ്റ്റായിട്ടൊരു സാധനമുണ്ട്, അതാണ് ഇതിൻ്റെ ബില്ല്. നമുക്ക് ഇതിനകത്ത് പ്രൈസ് ഉണ്ടോയെന്നൊന്നുമില്ല. കറക്റ്റ് അവരെ എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ടെന്ന് ടിക്ക് ചെയ്തൊക്കെ അയക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയോ പേപ്പറൊക്കെ ഉണ്ട്. ഫസ്റ്റ് ടൈം ആണ് ഡിയോഡാപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഒരു കാര്യം അറിഞ്ഞു വെക്കുക. ഡിയോഡാപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഓൾറെഡി നമ്മൾ സാധനത്തിന്റെ പ്രൈസ് കണ്ട് ഞെട്ടി നിൽക്കണ്ട. എന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ ഒരു ടെസ്റ്റ് ആയിട്ടുള്ള സാധനമുണ്ട്, ടാക്സ്. ഈ സാധനത്തിലെല്ലാം ടാക്സും കൂടെ വെക്കും, അതിൻ്റെ കൂടെ പ്ലസ് ഷിപ്പിങ്ങും കൂടെ ഉണ്ട്. എത്ര 500 സംതിങ് എങ്ങാണ്ട് എത്ര ആവുമ്പം കുറച്ച് കുറയും എങ്ങാണ്ട് ഷിപ്പിംഗ് എങ്ങാണ്ട്. എല്ലാ സാധനങ്ങളും കൂടെ മേടിച്ചാൽ 10-600-500 രൂപ എങ്ങാണ്ടായി. എത്ര എങ്ങാണ്ടൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ ഷിപ്പിംഗ് എന്തോ കുറവോ 50 രൂപ എങ്ങാണ്ട് കുറവെങ്ങാണ്ടൊക്കെ ഉണ്ട്. പ്ലസ് ടാക്സും കൂടെ ഉണ്ട്. അതും കൂടെ നോക്കി ചെക്ക് ചെയ്തിട്ടൊക്കെ എനിക്ക് അവിടെ റിട്ടേൺ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ മീഷോയിലും ഡിയോഡാപ്പിലും പ്രൈസ് കമ്പയർ ചെയ്തു. ഈ ഒരു സാധനങ്ങളെല്ലാം മീഷോയിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പം ഈ സാധനങ്ങളെല്ലാം കൂടി മീഷോയിൽ വെച്ച് ഒരു കാർട്ടിൽ മൊത്തം ആഡാക്കി വെച്ചിട്ട് എത്ര ആയിരിക്കും പ്രൈസ് എന്ന് നോക്കി. എന്നിട്ട് ഡിയോഡാപ്പിൽ ഞാൻ പോയി നോക്കി, ഇതെല്ലാം കൂടെ കാർട്ടിൽ ആഡാക്കി വെച്ചപ്പോൾ ഇതിന് എത്ര പ്രൈസ് എന്ന് നോക്കി. സോ രണ്ടും കൂടെ കമ്പയർ ചെയ്തപ്പം ഒരു 10-400-500 രൂപ 500 രൂപയോ 400 രൂപയോ സംതിങ് എനിക്ക് കുറവായിട്ട് തോന്നിയത് ഡിയോഡാപ്പിലാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇതായിരിക്കും ലാഭം. വിചാരിച്ചു ഇതിൽ നിന്ന് മേടിക്കാം. ഈ ഹെയർ മസാജ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഈ കുഞ്ഞു സാധനങ്ങളെല്ലാം നമ്മൾ മീഷോയിൽ വാങ്ങിക്കാനായിരിക്കും നമ്മുടെ പ്ലാൻ. എല്ലാവരും പ്ലാൻ അതാണ്, അതിനായിരിക്കും വാങ്ങിക്കുന്നത്. ഒരുമിച്ച് വാങ്ങിച്ചാലേ കാര്യമുള്ളൂ. ഓരോന്നോരോന്നായിട്ട് വാങ്ങിച്ചിട്ട് ഒരു കാര്യമില്ല, ഭയങ്കര നഷ്ടമായിരിക്കും. ഒത്തിരി സാധനങ്ങൾ ഒരുമിച്ച് വാങ്ങിക്കുമ്പോഴുള്ള ലാഭം. ടാക്സ് ഒക്കെ കുറയത്തുള്ളൂ. പിന്നെ ഷിപ്പിംഗ് നമുക്ക് വെറുതെ ഓരോന്നോരോന്നിന് ഷിപ്പിംഗ് കൊടുക്കേണ്ട കാര്യമില്ല, അതെല്ലാം കൂടെ അത്ര ഷിപ്പിംഗ് ആവത്തുള്ളൂ. സോ അപ്പം അങ്ങനെ വാങ്ങിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഈ വട്ടത്തെ പർച്ചേസിങ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആവശ്യമുള്ള എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചത്. സോ നിങ്ങളും വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക. ഇതെൻ്റെ സെക്കൻഡ് പർച്ചേസിങ് ആണ്. എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോടും കൂടെ ഷെയർ ചെയ്തതേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നെക്സ്റ്റ് ഞാൻ അൺബോക്സിങ്ങോ ഗെറ്റ് റെഡി വിത്ത് മീയോ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.